ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഞാനങ്ങനെ വീഡിയോ ഇപ്പോൾ ചെയ്യാറില്ല. നമ്മുടെ പേഴ്സണലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പുറത്ത് പോകുന്നതുകൊണ്ട് യോജിപ്പില്ലാത്തതുകൊണ്ട് പിന്നെ വീഡിയോ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇതൊരു ഓർമ്മയായിട്ട് യൂട്യൂബിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ, നമ്മൾ ഊട്ടിയിലേക്കാണ് പോകുന്നത് കേട്ടോ. ഒരു 3 ദിവസത്തിനാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് മോർണിംഗ് തന്നെ ഹോട്ടൽ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണെന്ന് വിചാരിച്ച് നമ്മൾ ഫുഡ് വീട്ടിലുണ്ടാക്കിയിട്ട് കൊണ്ടുപോയിക്കണം. എല്ലാ ഫുഡും അല്ല, കറിയും അതുപോലെ തന്നെ ചായയും. കാരണം ഇനി 3 ദിവസം ഹോട്ടലിൽ നിന്നായിരിക്കും ഫുഡ്. അങ്ങനെ നമ്മൾ വഴിയിൽ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ചുരം കയറാൻ വേണ്ടി തുടങ്ങി. നമ്മളിങ്ങനെ പോയിട്ട് 3 ദിവസം, ഒരു ദിവസം ഊട്ടിയിലും അതുപോലെ തന്നെ തിരിച്ചു വരുന്ന സമയത്ത് വയനാടും കൂടി കയറാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോസ് കാണുമ്പോൾ ലൈഫിൽ നമുക്ക് എന്നൊരു ഓർമ്മയാണ് എനിക്ക് യൂട്യൂബ് കാണുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ഒരു ക്ലിപ്പ് എടുത്ത് വെച്ചതായിരുന്നു. പിന്നെ വിചാരിച്ചെന്തായാലും പോസ്റ്റൊക്കെ ആക്കാം എന്നുള്ളത്. വീഡിയോസ് ഇടാത്തതിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അപ്പോൾ വീഡിയോസ് ഇടുന്നതിനോട് എന്താ പറയുക, ഇഷ്ടമാണ്, പക്ഷേ അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഞാനത് വെറും വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ആ വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ മസനഗുഡി വഴി ഊട്ടിയിലേക്കാണ് പോകുന്നത് കേട്ടോ. ആ ഒരു യാത്രയാണ് അടിപൊളി. മക്കളെ വലിയൊരു ആഗ്രഹമാണ് അത്. പിന്നെ ആ ഒരു റൂട്ട് തിരഞ്ഞെടുത്തത്. നമ്മൾ ഇവിടുന്ന് ഏകദേശം മോർണിംഗ് ഇറങ്ങിയിട്ട് ഈവനിങ് നമ്മളവിടെ എത്തിയത് കേട്ടോ. കാരണം നമ്മൾ സ്ലോയിൽ വണ്ടി ഓടിച്ചിട്ടാണ് പോയത്. അതുമല്ല കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് നമ്മൾ എന്താ പറയുക, പാർക്ക് കാര്യങ്ങൾ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ പകരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്രകൃതി, അതുപോലെ തന്നെ നമ്മുടെ കൃഷിയിടം, അങ്ങനെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വിചാരിച്ചു. കാരണം ഇതിന് മുമ്പ് നമ്മൾ ഒരുപാട് ഊട്ടിയിൽ പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ ഓരോ ടൂറിസ്റ്റ് പ്ലേസ് വിസിറ്റ് ചെയ്യും, അങ്ങനെയായിരുന്നു ചെയ്തത്. പക്ഷേ ഇപ്രാവശ്യം ഒന്ന് ഡിഫറെൻ്റ് ആക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഈവനിങ് എത്തുന്ന സമയത്ത് തന്നെ അവിടെ കോട നന്നായിട്ട് മൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നല്ല ഭംഗിയായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ പ്ലാനിങ് എന്താ വെച്ചാൽ ഒരു റൂം എടുക്കണം എന്നുള്ളതായിരുന്നു. പക്ഷെ അവിടെ നമുക്ക് വലിയൊരു പരാജയം പറ്റിപ്പോയി. നമ്മൾ സ്ലോയിൽ പോയി, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ ഗൂഡല്ലൂർ നമ്മുടെ ഒരു ഫാമിലി ഉണ്ട്, അവിടെയും കയറിയതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ ഊട്ടിക്ക് പോയത്. ആ സമയത്ത് അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. പിന്നീട് നമ്മൾ പോകുന്ന സമയത്ത് നന്നായിട്ട് ലേറ്റായിപ്പോയി. പിന്നീടുള്ള നമ്മൾ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ 7 മണിക്ക് റൂം നോക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ രാത്രി 1:30 വരെ റൂം നോക്കി. 1:30 ആയിട്ട് റൂം കിട്ടിയില്ല. അങ്ങനത്തെ ഇതൊക്കെ ഈവനിങ് എടുത്ത ക്ലിപ്പാണ് കേട്ടോ. പക്ഷേ നമ്മൾ പിന്നെ എന്ത് ചെയ്തു, പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് പിന്നെ വീഡിയോ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. കാരണം റൂം കിട്ടാത്ത ടെൻഷൻ ഒന്നായിട്ടായതുകൊണ്ട് തന്നെ പിന്നെ എന്ത് ചെയ്തു, നമുക്ക് മനസ്സിലായി ഏകദേശം റൂമില്ല, ഇനിയിപ്പോൾ ഉള്ളോട്ട് പോകണം എന്നൊരു കാര്യം മനസ്സിലായപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഏകദേശം ഇതൊരു 11 മണിയൊക്കെ ആയ സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത്, നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഇത് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഉള്ളോട്ട് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആളുകൾ എത്തിപ്പെടാത്തതുകൊണ്ട് റൂം ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു. ആ സമയത്ത് നമ്മൾ കഴിച്ചത് അവിടുന്ന് അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡ് അടിപൊളിയായിരുന്നു. നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ കറിയായിരുന്നു. ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു, അവിടെ റൂംസ് ഉണ്ട്. അവിടെയും അവർ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് മന്ത്, അതായത് ഈ മന്ത് 5-ാം തീയതി വരെ അവിടെ ബുക്കിംഗ് ആണ്. 5-ാം തീയതി കഴിഞ്ഞിട്ടേ ഇനി അവിടെ റൂമുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ നല്ല ഉള്ളോട്ട് പോയി റൂം ഒരുപാട് തപ്പി. പക്ഷേ എന്നോ രക്ഷ, ഞാൻ അതൊക്കെ ഇതിൽ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സീസൺ ടൈമിൽ റൂം കിട്ടിയതിൻ്റെ ശേഷം മാത്രം ഊട്ടിയിലേക്ക് പോവുക. കാരണം നമ്മളും മക്കളെയും കൊണ്ട് പോയി ഒരുപാട് ബുദ്ധിമുട്ടാകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നു, ഇഷ്ടംപോലെ റൂമുണ്ടല്ലോ. നമ്മളൊക്കെ പറയുന്ന സമയത്ത് നമ്മളൊന്ന് ആലോചിക്കുക, റൂം കിട്ടാത്തൊരവസ്ഥ ഉണ്ടല്ലോ, അത് വല്ലാത്ത അവസ്ഥയാണ്. കാരണം ഈ കുട്ടികളെയും കാറിൽ വെച്ചിട്ട് ഉറങ്ങുക എന്ന് പറയുന്നത് വലിയ രസമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ കമൻറ്റ് ഇടുന്നവരെന്ത് ചെയ്യുക, വെറുതെ കമൻറ്റ് ഉണ്ടാക്കുക. ഇനി റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എവിടെ എന്നുള്ള പ്ലേസും കൂടി ഇതിൽ എന്ത് ചെയ്യുക, കമൻറ്റിൽ എഴുതുക. അതാവുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോകുന്നവർക്കൊന്നും ഉപകാരമാവും. അപ്പോൾ ഇവിടെ നല്ല ബ്ലോക്ക് ഇരുന്നു കേട്ടോ, നല്ല ബ്ലോക്കും. അതുപോലെ തന്നെ നൈറ്റ് എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ എല്ലാവരും നേരത്തെ ലൈറ്റ് ഓഫാക്കി കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷോപ്പൊക്കെ പെട്ടെന്ന് നടക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായി. നമ്മൾ ഈവനിങ് റൂം നോക്കുന്നതിൻ്റെ ചായ കുടിക്കാൻ വിട്ടുപോയി. കാരണം നമ്മൾ വിചാരിച്ച് നമ്മുടെ പ്ലാനിങ് എന്താ വെച്ചാൽ റൂമൊക്കെ എടുത്ത് അവിടുന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഫ്രഷ് ആയതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈവനിങ് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി ചായ കുടിച്ചിട്ടൊന്ന് കറങ്ങാം എന്നുള്ള രീതിയായിരുന്നു. പക്ഷേ പ്ലാനിങ് അങ്ങോട്ട് മാറിപ്പോയി. പിന്നെ ഒരു സമാധാനം എന്താ വെച്ചാൽ നമ്മളെ കേരളത്തിൽ ഒരുപാട് ഫാമിലി റൂം കിട്ടാതെ അവിടെ അലയുന്നുണ്ട്. ഒരുപാട് ഫാമിലി. നമ്മൾ പിന്നെ എല്ലാവരും എത്തിയത് ഒരു സ്ഥലത്തേക്കാണ്. റൂം കിട്ടാത്തൊരു സാഹചര്യം വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്തെത്തി. എന്നിട്ട് പിന്നെ ഞാൻ ഈ സമയത്ത് കാറിലിരിക്കുകയാണ് കേട്ടോ. ഹസ്ബൻഡ് അവർ പുറത്തിരുന്ന് സംസാരിക്കണം. അത് കേരളത്തിൽ ഒരുപാട് പേരുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അവരൊരുമിച്ച് സംസാരിച്ചതിൻ്റെ ശേഷം നമ്മളെല്ലാവരും കൂടി കാറിലിരിക്കുക എന്നുള്ള തീരുമാനത്തിലെത്തി. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് കമൻറ്റ് ഇടുന്നതിനോട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ ഈ വാക്കും കേട്ടിട്ട് ബാക്കിയുള്ളവർ അവിടെ പോകും. റൂം കിട്ടാത്തൊരവസ്ഥ ഉണ്ടല്ലോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മക്കളെയും കൊണ്ട് കാറിൽ കിടക്കേണ്ട ഒരു അവസ്ഥ. അപ്പോൾ നമ്മളൊരു ഫാമിലി അല്ല, എനിക്ക് തോന്നുന്നു 6, 7, 8 ഫാമിലി ഉണ്ട് നമ്മളെ കൂടെ. അതല്ലാതെ അപ്പുറത്ത് റൂം കിട്ടാതെ അലയുന്ന എത്ര പേരുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു കമൻറ്റ്
മിനിറ്റ് മതി അവരുണ്ടെന്ന് വിചാരിക്കാൻ. ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടാവുന്നവർക്കൊരു ഹെൽപ്പാവട്ടെ വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ ആരും പോവാതിരിക്കട്ടെ, ആരും ബുദ്ധിമുട്ടാവാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഞങ്ങൾ ബസ് സ്റ്റാൻഡിലാണ് ഇരിക്കുന്നത്. അവിടുത്തെ പോലെ പോലീസ് പോലും നമ്മോട് പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സേഫ്റ്റി നിങ്ങൾ നോക്കുക എന്നുള്ളത്. കാരണം അവിടെ എങ്ങനെ എന്തോ ആവാം, നമ്മുടെ നാടും അല്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കമൻറ്റ് ഇട്ടിട്ട് ബാക്കിയുള്ളവരും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാവാതൊക്കെ, ഇതൊന്നും ആരും ആഗ്രഹിച്ചിട്ടല്ല. നമ്മൾ ഇവിടുന്ന് അത്രയും ലോങ് യാത്ര ചെയ്തിട്ട് ഊട്ടിയിൽ പോകുന്നത് എന്തിനാണ്? നമുക്കൊരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളൊരിക്കലും ഇങ്ങനെയൊന്നും ആവാൻ ആഗ്രഹിക്കുന്നില്ല. അതങ്ങനെ ആയി. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ഉപകാരമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ വന്ന് ഇങ്ങനെ കമൻറ്റ് ഇടുക, അത് ശരിയല്ലല്ലോ. അപ്പോൾ ഓക്കെ, ഞാൻ നൈറ്റ് പിന്നെ ഈ ഒരു ഇത് ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി വേറൊരു വീഡിയോസിൽ ആഡ് ചെയ്യാം. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് എന്താ പറയുക, ടൂർ അങ്ങോട്ട് ഡിമ്മായിപ്പോയി. പക്ഷേ നമ്മളത് എന്താ പറയുക അടിപൊളിയാക്കുന്നത്, ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഊട്ടിയിൽ പോയി വയനാട് പോയി വീട്ടിലെത്തിയതിന് ശേഷമാണ് കേട്ടോ വീഡിയോ പോസ്റ്റ് ആക്കാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ.